ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ലോക ഭിന്നശേഷി ദിനം. ഡിസംബർ 3 ഭിന്നശേഷിക്കാരുടെ അന്താരാഷ്ട്ര ദിനമായിട്ട് നാം ആചരിക്കുന്നത്. ഇത് ആചരിക്കാനുള്ള കാരണം എന്താണ്? സാമൂഹ്യ ജീവിതത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് നേരിടുന്ന അസമത്വവും അതേപോലെ വിവേചനവും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരാണിത് ചെയ്തത്? ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ഒരു ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു. 1975 ഐക്യരാഷ്ട്രസഭ ഭിന്നശേഷിക്കാരുടെ അവകാശ പ്രഖ്യാപനം നടത്തിയത്. പിന്നീട് 1982 ഭിന്നശേഷിക്കാരുടെ വർഷമായി ആഘോഷിക്കുകയും തുടർന്ന് 1983 മുതൽ 92 വരെയുള്ള കാലഘട്ടം ഭിന്നശേഷിക്കാരുടെ ദശകമായും ആചരിച്ചു. ഇതിൻ്റെ അവസാനം, അതായത് 1992 എല്ലാ വർഷവും ഡിസംബർ 3 എന്തായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്? ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. ഭിന്നശേഷിയുള്ളവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പങ്കാളിത്തം ഉറപ്പാക്കുക വഴി സമഗ്ര വികസനം സാധ്യമാക്കുക എന്ന സമീപനമാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനായി ഐക്യരാഷ്ട്രസഭ മുൻകൈയെടുക്കുകയും ദേശീയതലത്തിൽ നിയമനിർമ്മാണം, നയസമീപനം എന്നിവയിൽ മാറ്റം കൊണ്ടുവരാൻ ഇടപെടൽ നടത്തുകയും ചെയ്യുന്നു. UN-ന്റെ ഭാഗമായ ലോക ആരോഗ്യ സംഘടനയും ഭിന്നശേഷി ദിനാഘോഷങ്ങളുടെ ഏകോപനത്തിന് സുപ്രധാന പങ്ക് വഹിക്കുന്നു. ഈ ദിനാഘോഷം ഭിന്നശേഷിയുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എല്ലാ വർഷവും ലോകത്തെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ്. കാഴ്ച, കേൾവി, സംസാരശേഷി, ശാരീരിക പ്രശ്നങ്ങൾ, IQ എന്നിവയിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് മറ്റുള്ളവരോടൊപ്പം തുല്യ പരിഗണന മാത്രം നൽകിയാൽ അത് നീതിയാണെന്ന് കണക്കാക്കാനാവില്ല. അത് ഭിന്നശേഷിയുള്ളവരെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ കൂടുതൽ അന്യവൽക്കരിക്കുകയാവും ചെയ്യുക. അതിനാൽ കൂടുതൽ ന്യായവർത്തിയായ സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ ഐക്യരാഷ്ട്രസഭ മുൻകൈയെടുക്കുന്നത്. എന്താണ് ഈ ഭിന്നശേഷിക്കാർ? ശാരീരികമോ അല്ലെങ്കിൽ മാനസികമോ അതുമല്ലെങ്കിൽ ബുദ്ധിപരമോ അല്ലെങ്കിൽ സംവേദനപരമോ ആയ ബലഹീനതകൾ ഉള്ളവരും ഇത്തരം ബലഹീനതകൾ വിവിധ പ്രതിബന്ധങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നത് കാരണം മറ്റുള്ളവരോടൊപ്പം തുല്യ അളവിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ പൂർണ്ണവും ഗുണപരവുമായ ഇടപെടലുകൾ നടത്തുന്നതിന് കഴിയാത്തവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭിന്നശേഷിയുള്ളവർ എന്ന് പറയുന്നത്. ഇനി നിങ്ങളോടൊരു ചോദ്യം. ഒരു കെട്ടിടം ഭിന്നശേഷി സൗഹൃദമാകണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കണം? കെട്ടിടമുറ്റത്തെ പ്രവേശനം തടസ്സരഹിതമാക്കണം. അതേപോലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് റാമ്പിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ അടുത്തോ വരെ വാഹനത്തിൽ എത്താൻ അവർക്ക് സാധിക്കുന്ന രീതിയിലാകണം. കെട്ടിടത്തിന് അകത്തുള്ള വഴിയിൽ ഒരുവിധ തടസ്സങ്ങളും ഉണ്ടാകാൻ പാടുള്ളതല്ല. വാതിലുകൾ വീൽചെയർ കയറ്റാനുള്ള വീതിയിലും വലുപ്പത്തിലും വേണം ഉണ്ടാക്കുവാൻ. പ്രധാന വാതിലുകൾ സ്ലൈഡിംഗ് ഡോറുകൾ ആവുന്നതാകും അഭികാമ്യം. കെട്ടിടത്തിലെ ബാത്റൂമുകൾ ഭിന്നശേഷി സൗഹൃദമാകണം. ബാത്റൂമുകളുടെ വാതിലുകളും വീൽചെയർ കയറാനും അതേപോലെ തന്നെ ബാത്റൂമിനുള്ളിൽ റാമ്പുകളും ആവശ്യമായി ഉണ്ടാവണം. സ്വിച്ചുകൾ, ഹാൻഡിലുകൾ, ഇരിപ്പിടങ്ങളും എല്ലാം ഇതര ഫർണിച്ചറുകളും ഭിന്നശേഷി സൗഹൃദപരവും ആകണം. ചുമരിൽ വഴി കാണിക്കുന്ന കളർ കോഡുകൾ ആവശ്യമാണ്. കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി ടൈലിൻ്റെ നിറവും കനവും ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. എമർജൻസി എക്സിറ്റുകൾ ഭിന്നശേഷി സൗഹാർദ്ദം ആകേണ്ടതുണ്ട്. ആവശ്യത്തിനുള്ള സൈൻ ബോർഡുകൾ പ്രധാന ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുകയും വെള്ളം, വെളിച്ചം, അലാറം തുടങ്ങിയവയുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇതിനെല്ലാം ഉപരി ഓഫീസിലെ സ്റ്റാഫുകൾക്കും സെക്യൂരിറ്റി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഉൾച്ചേർക്കലിൻ്റെ മനോഭാവം വളർത്തേണ്ടതായുണ്ട്. നമ്മുടെ ലോക ഭിന്നശേഷി ദിനത്തിന് ഓരോരോ വർഷവും ഓരോരോ സന്ദേശമാണുള്ളത്. 2022 സന്ദേശം എന്തായിരുന്നു? മറ്റൊന്നുമല്ല, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ചയ്ക്ക് എന്നതാണ്. അടുത്തത് 2023 സന്ദേശം എന്താണ്? വെല്ലുവിളി നേരിടുന്ന മനുഷ്യരും സുസ്ഥിര വികസന ലക്ഷ്യത്തിലേക്ക് എന്നതാണ് 2023 സന്ദേശം.